LDF-ന്റെ UDF-ന്റെ സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയമാക്കുന്നത് BJP സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്നുള്ള ഒരു വിഷയം, അല്ലെങ്കിൽ BJP ഏത് മുന്നണിയുടെ കൂടായിരുന്നു, അല്ലെങ്കിൽ ആർക്കാണ് വോട്ട് ചെയ്തത്, ഇതൊരു വിഷയം. ഇതൊക്കെയല്ലേ ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ അതുകൊണ്ടാണ് ചോദിച്ചു. ഇപ്പോൾ റിജിൽ മാക്കുറ്റി ഈ കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ ഞാനൊന്ന് അദ്ദേഹത്തോട് ചോദിച്ചോട്ടെ, ഈ ചർച്ചയിൽ ഇത്രയും നേരം അദ്ദേഹം പങ്കെടുത്തല്ലോ, ഈ കേരളം വീണ കഴിഞ്ഞ 10 വർഷത്തെപ്പറ്റി, കേരളം നഷ്ടപ്പെടുത്തിയ 10 വർഷത്തെപ്പറ്റി റിജിൽ മാക്കുറ്റിയോ അല്ലാതെ കോൺഗ്രസ് പാർട്ടിയോ ചർച്ച ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തതെന്നറിയോ? ഈ നിലമ്പൂരിൻ്റെ വികസനം 10 കൊല്ലം നഷ്ടപ്പെടുത്തിയ ആളാണ് PV അൻവർ. ഇന്നിവരിതൊക്കെ പറയും. PV അൻവറിന് വേണ്ടതെന്തായിരുന്നുള്ളതൊക്കെ സാമാന്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു കസേര വേണം UDF-ൽ. ഒരു പക്ഷേ കോൺഗ്രസ് ഇപ്പത്തൊട്ട് ഈ മണിക്കൂർ തൊട്ട് അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടാവാം. ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നു, ഈ 2 നേതാക്കന്മാർ 2 മുന്നണിയുടെ പ്രതിനിധിയോട് ചോദിക്കുന്ന, കേരളം ആഗ്രഹിക്കുന്ന BJP NDA മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചാ വിഷയമാക്കാൻ കഴിഞ്ഞ 10 വർഷം നഷ്ടപ്പെടുത്തിയ രാഷ്ട്രീയവും ഗവൺമെൻറ്റിനെ പറ്റി ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? കോൺഗ്രസിൻ്റെ പ്രതിനിധി നിലമ്പൂർ, ഇവർ പണ്ട് ഹേബിയസ് കോർപ്പസ് കേസ് കൊടുത്തിട്ടുണ്ട്. എന്തെന്നറിയോ? നിലമ്പൂർ MLA കാണാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കേസ് കൊടുത്തിട്ടുള്ളവരാ കോൺഗ്രസ്സുകാർ നിലമ്പൂർ. അവർ ഈ പറയുന്ന PV അൻവറിനെതിരെ കഴിഞ്ഞ 10 കൊല്ലം നിലമ്പൂരിനെ നഷ്ടപ്പെടുത്തിയ, നിലമ്പൂരിൻ്റെ വികസനത്തെ നഷ്ടപ്പെടുത്തിയ PV അൻവറിനെ പറ്റിയിട്ട് സംസാരിക്കാൻ റിജിൽ മാക്കുറ്റി തയ്യാറാവുമോ? കഴിഞ്ഞ 10 കൊല്ലത്തെ ഈ സംസ്ഥാനത്തെ നഷ്ടപ്പെടുത്തിയ, സംസ്ഥാനത്തെ വീഴ്ത്തിയ, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് 10 കൊല്ലം നഷ്ടപ്പെടുത്തിയ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പറ്റി ഇവർ ചർച്ച ചെയ്യാൻ തയ്യാറാവുമോ? ഇവരിപ്പോൾ ചർച്ച ചെയ്യുന്നത് BJP സ്ഥാനാർത്ഥിയെ നിർത്താഞ്ഞത് ആരെ സഹായിക്കാനാണ്? റിജിൽ മാക്കുറ്റി താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു. ഞാൻ താങ്കളോട് ചോദിച്ചോട്ടെ, ഇന്ന് തൃശ്ശൂർ കോടതിയിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. എന്താ കുറ്റപത്രം എന്നറിയോ? വളരെ അസാധാരണമായ രീതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലും പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നു. മുൻ മന്ത്രിമാർ 2 പേര്, നിലവിലുള്ള ഒരു MP ഉൾപ്പെടെ CPM-ന്റെ പ്രമുഖരായ നേതാക്കൾ, 8ഓളം നേതാക്കൾ പ്രതിയായിട്ടുള്ളൊരു കുറ്റപത്രം എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസേഴ്സ് ഇന്ന് നമ്മുടെ തൃശ്ശൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുക. ഈ ED, എനിക്കൊരൊറ്റ ചോദ്യം റിജിൽ മാക്കുറ്റിയോട് ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട്, നിങ്ങൾ 2 പേരും ഒരു മുന്നണിയാണല്ലോ, അരുൺകുമാർ, റിജിൽ മാക്കുറ്റി. നിങ്ങൾ സാധാരണ പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, എന്താ രാജ്യം മുഴുവൻ പറയുന്നത്? ED-യെ BJP ഉപയോഗിക്കുന്നു, സെൻട്രൽ ഗവൺമെൻറ് ഉപയോഗിക്കുന്നു രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. റിജിൽ മാക്കുറ്റിക്ക് ഈ പറയുന്ന കരുവന്നൂർ കേസിൽ ED എടുത്ത കേസ് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി എടുത്തതാണെന്നുള്ളൊരു നിലപാട് താങ്കൾക്കുണ്ടോ? നിങ്ങൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പോലും വിഷയമാക്കാൻ പോകുന്നൊരു വിഷയം ഈ പറയുന്ന കരുവന്നൂർ കേസല്ലേ? അത്ര ശക്തമായി കേരളത്തിലെ CPM ഗവൺമെൻറ്റിനെതിരെ ഈ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വളരെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തെ അവരുടെ ഗവൺമെൻറ്റിനെ, കേരളത്തിന് നഷ്ടപ്പെടുത്തിയ ഗവൺമെൻറ് അവതരിപ്പിക്കുക മാത്രമല്ല, അവർ നടത്തിയിട്ടുള്ള മുഴുവൻ അഴിമതികളെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത പാർട്ടിയെ പോലും പ്രതിയാക്കിക്കൊണ്ടൊരു കുറ്റപത്രം സമർപ്പിക്കുന്ന കേന്ദ്ര ഏജൻസി, ആ ഏജൻസിക്ക് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് പാർട്ടിയും, ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇരിക്കുന്ന ആ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് BJP. ആ പാർട്ടിയെ പറ്റിയിട്ടാണ് താങ്കൾ പറയുന്നത് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താത്തത് കൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങൾ പറയും. എന്താ അരുൺകുമാർ പറയുന്നത്? അത് നിങ്ങളെ സഹായിക്കാനാണെന്ന് പറയും. ഈ പെറ്റി രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ളതാണോ ഈ തെരഞ്ഞെടുപ്പുള്ളതാണ് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ ഈ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യുമ്പോൾ അടിച്ചേൽപ്പിച്ച ഈ രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റി ചർച്ച ചെയ്യാൻ? അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, കേരളം ചർച്ച ചെയ്യേണ്ടത് ശരിക്കും ആ വിഷയമല്ലേ? കോടികൾ ചെലവാക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ പറ്റിയല്ലേ? എത്ര സത്യസന്ധമായ കാര്യങ്ങൾക്കാണ് ആ വിഷയം BJPക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി ജനങ്ങളുടെ മുമ്പിൽ ബോധിപ്പിച്ച് കൂടുതൽ വോട്ടുകൾ വാങ്ങിച്ച് ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിയാണ്, മുൻ മന്ത്രിമാർക്കെതിരെ അടക്കം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ED-യുടെ കുറ്റപത്രങ്ങളിലെ കൺവിക്ഷൻ റേറ്റ് വെറും 1% മാത്രമാണെന്ന സത്യം അവിടെ ബാക്കി നിൽക്കുന്നുമുണ്ട്. ചാർജ് ഷീറ്റ് കൊടുത്തതുകൊണ്ട് മാത്രമായില്ല എന്നുള്ളതും. ശ്രീ റിജിൽ മാക്കുറ്റി, ഇവിടെ ഒരു വളരെ ശ്രദ്ധേയമായ പോയിന്റ് സാധാരണ നിലയിൽ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകരുത്. അല്ല, അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. അങ്ങനെ പറഞ്ഞു പോകരുത് അഭിലാഷ് മോഹനൻ. ED-യുടെ കൺവിക്ഷൻ റേറ്റ് ആണ് ED-ക്ക് 1% കൂടുതൽ കൺവിക്ഷൻ റേറ്റ് ഉണ്ട് എന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? ED-യുടെ കൺവിക്ഷൻ റേറ്റ് അതിൽ കൂടുതലാണ് എന്ന അഭിപ്രായമുണ്ടോ? അഭിലാഷ് മോഹൻ, ഇന്നലെ വരെ നിങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? കരുവന്നൂർ കേസ് പോലും അട്ടിമറിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലെ അന്വേഷണ ഏജൻസികൾ ഒരു കേസ് അന്വേഷിക്കാൻ ഈ പറയുന്ന കേസിലെ മുഴുവൻ പേരെയും കൃത്യമായി വിചാരണ ചെയ്തുകൊണ്ട് അതിനെടുക്കുന്ന സാമാന്യമായ സമയം, ആ സമയത്തെ പോലും നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ കരുവന്നൂർ കേസ് പോലും ED അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു പറയുന്നതാണ് കേരളത്തിൽ. അത് LDF UDF മാത്രമല്ല, നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ പോലും അത് തന്നെയാണ്.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ കോഴ വാങ്ങിയ പ്രമാദമായ കേസ് കേരള വിജിലൻസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇ.ഡി. ഉദ്യോഗസ്ഥർ അക്കാര്യത്തിൽ പ്രതികളാവുന്നുണ്ട്. ഇ.ഡി. കേസുകൾ അട്ടിമറിക്കാൻ ഇടനിലക്കാർ ചില ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരാണ് ഇടനിലക്കുന്നതും അങ്ങനെ ലോബിയിങ് റാക്കറ്റ് വന്നതും ഇ.ഡി. ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ കൂടുതലും CPM-കാരാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഒരുപാട് കാര്യങ്ങളുണ്ട് അക്കാര്യത്തിൽ ചർച്ച ചെയ്തു പോയാൽ. ശിവശങ്കരൻ വരെ വഴിവിട്ട രീതിയിൽ പണം സമ്പാദിച്ചതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയനാണ് എന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്നു. അല്ല, ഞാനിപ്പോ BJP ഭാഗമായി അഴിമതി നടത്തിയാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി ചിത്രീകരിക്കുന്നത് ആ ചിത്രീകരണം തന്നെ നമ്മൾ മനസ്സിലാക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നിങ്ങൾ ഈ വിഷയത്തെ ഈ തരത്തിൽ അവതരിപ്പിക്കുന്നത് തന്നെയാണ് തെറ്റായ സമീപനം. അല്ല, ഞാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടൊന്നും ചിത്രീകരിച്ചില്ല. എന്റെ പോയിന്റുകൾ എന്തൊക്കെയാ? ഒന്ന്, ഇ.ഡിയുടെ കൺവിക്ഷൻ റേറ്റ് വളരെ തുച്ഛമാണ്. രണ്ട്, കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതായത് BJP-ക്കെതിരെയുള്ള കൊടകര കള്ളപ്പണ കേസ് അന്വേഷിച്ച അതേ ഇ.ഡി സംഘത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷിക്കുന്നു. ഇ.ഡി ഉദ്യോഗസ്ഥർ അക്കാര്യത്തിൽ പ്രതികളാവുന്നു. ഇതൊക്കെ വസ്തുതകളാണ്. ഞാൻ അത് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. അതിന്റെ ഉത്തരവാദിത്വം ആകെ നരേന്ദ്രമോദിക്കാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. വസ്തുതകളാണ് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം.